ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് അബുദാബി കോർണിഷിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെയും പോകണം, പിന്നെ കോർണിഷിലും പോകണം. നമ്മൾ സാധാരണ പോകാറുള്ളത് കോർണിഷിൻ്റെ വേറെ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ പാർക്കും കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ കാറ് പാർക്ക് ചെയ്ത റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അണ്ടർ പാസിൽ കൂടെ നടന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് കോർണിഷിൻ്റെ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. ഈവനിങ് വാക്കിന് വേണ്ടി കുറച്ച് പേരൊക്കെ കോർണിഷിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വ്യൂ കിട്ടിയിരുന്നു. കുറേ നേരം നമ്മളവിടെ സ്പെൻഡൊക്കെ ചെയ്തു കേട്ടോ. നിച്ചുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കോർണിഷിൽ. അവൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവരുന്നത്. ഈ ടൈമിലുള്ളൊരു വൈബ് ഒരു സൂപ്പറാണ് കേട്ടോ. നാട്ടിൽ നിശ്ചിനൊന്ന് ബീച്ചിൽ പോലും കൊണ്ടുപോകാൻ നമുക്ക് ടൈം കിട്ടില്ല കേട്ടോ. 2 weeks ടൈമേ നമുക്ക് നാട്ടിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പോയി ലാസ്റ്റ് എത്തിപ്പിക്കുന്ന എല്ലാവർക്കും ഫീവറും പിടിച്ചു. അങ്ങനെ നമുക്ക് ബീച്ചിലേക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് തിരമാലകളുള്ള ബീച്ചുകളൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ. ബീച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ തിരകളൊക്കെ ഉണ്ടാവുള്ളൂ. നാട്ടിലെ പോലെ നല്ല ആഞ്ഞടിച്ചു വരുന്ന തിരമാലകളൊന്നും ഇവിടെ ഇല്ല. നെക്സ്റ്റ് ടൈം നാട്ടിൽ വരുമ്പോൾ നിച്ചുന് എന്തായാലും ബീച്ചിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഞാനിരിക്കണേ കേട്ടോ. ഞാനും പോയിട്ട് ഒരുപാട് നാളായി. പ്രഗ്നൻസി ടൈമിലൊക്കെ ആയിരുന്നപ്പോഴൊന്നും ബീച്ചിലേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല എനിക്ക്. ചേട്ടനും ഉണ്ടായിരുന്നില്ലല്ലോ കൂടെ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും നിച്ചുമായിട്ടും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം നാട്ടിൽ വരുമ്പോൾ ബീച്ചിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അച്ഛനും മോളും ഇവിടെ കളിയാണ്. നമ്മൾ മുട്ട അടിച്ചിട്ട് നിച്ചുവിന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഹിന്ദി പറയണം. മലയാളം പറയൂ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ട് പിന്നെ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. അതിന് നിച്ചോടെ ഒന്ന് കളിച്ചു. അത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുമായിരുന്നു. പാർക്കിൽ കളിക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഈവനിങ് വാക്കിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഡേയ്സായിട്ട് നമ്മൾ ഈവനിങ് വാക്കിന് പോകണ്ട. ഇപ്പം ഞാൻ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ടോ. നിങ്ങളെ കാണിച്ചെന്നാണ്. ഞാൻ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഈന്തപ്പഴത്തിൻ്റെ സീസണായിട്ടുണ്ട്. ഒരുപാടുണ്ട്. കാണാൻ നല്ല രസമാണ് കേട്ടോ നേരിട്ട്. ഇത് ഈന്തപ്പഴമാണ് കേട്ടോ. നമ്മൾ നടക്കാൻ പോകുന്ന വഴികളിലൊക്കെ കുറേ ഈന്തപ്പനകളുണ്ട്. അപ്പം അതിൽ മൊത്തം കായ്ച്ചിട്ടുണ്ട്. ഇപ്പം 2 weeks ആയിട്ട് ഒരു ഈവനിങ് വാക്ക് ഉണ്ട് കേട്ടോ. ചേട്ടൻ എല്ലാ ദിവസവും പോവാറുണ്ട്. അപ്പം ഞാൻ നിച്ചിനും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ ചേട്ടൻ്റെ കൂടെ. നിച്ചിന് സ്ട്രോളറൊക്കെ എടുത്തിട്ടുണ്ട്. അവൾ അതിലിരിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അവൾ ഇരുന്നില്ലെങ്കിൽ നമുക്ക് അവളെയും പിടിച്ചുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ താമസിക്കുന്നത് പ്രോപ്പർ സിറ്റിയിലല്ല. നമ്മൾ അറബികളൊക്കെ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് കേട്ടോ നമ്മളും താമസിക്കുന്നത്. നമ്മൾ വില്ലയിലാണ് താമസിക്കുന്നത്, ഫ്ലാറ്റ് അല്ല. നിച്ചിനെയും കൊണ്ട് ഈവനിങ് വാക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൾക്ക് സ്ട്രോളറിൽ നിന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേക്കും. പിന്നെ ഇത്തിരി വാശിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും മാറി മാറി അവളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനും നിച്ചും കുറച്ച് നേരേ നടക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരും. ചേട്ടൻ പിന്നെയും കുറച്ച് 2-3 റൗണ്ടും കൂടി നടന്നിട്ടേ വരുള്ളൂ. ചില ദിവസങ്ങളിൽ നല്ല പൊടിക്കാറ്റുണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങളധികം നടക്കാറില്ല. ചേട്ടൻ നടക്കാൻ പോവെങ്കിലും നിച്ചുനെയും കൊണ്ട് നമുക്ക് പൊടിക്കാറ്റുള്ളപ്പോൾ നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിച്ചു അപ്പം നടക്കാൻ പോവാറില്ല. അപ്പം ഇന്ന് നടക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഏരിയയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറെ 2 സ്കൂളുണ്ട് കേട്ടോ. ബാഹ്യ സ്കൂളും ഷഹാമ സ്കൂള്. അങ്ങനെ 2 സ്കൂളുകൾ വേറെ ഉണ്ട്. ഇത് നമ്മുടെ ഈ സൈഡിലായിട്ട് ആസ്പെൻസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതാണ് വീഡിയോസൊക്കെ സ്ലോ ആയി വരുന്നത് കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ തിരക്കായി പോയതുകൊണ്ടാണ്. ബാക്ക് ടു നോർമൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമെന്നും വിചാരിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ UAE നല്ല ചൂടാണ്. ഈവനിങ് ആകുമ്പോഴേക്കും ചൂട് ഇത്തിരി കുറവുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നടന്നിട്ട് നമ്മൾ വേർക്കുന്നില്ല കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായി വേർക്കും. ഇവിടെ എന്തോ നമ്മൾ കുറേ നടന്നാലും വേർക്കൽ കുറവാണ്. കണ്ട് ഈ വീട്ടിൽ കുറേ ഈന്തപ്പനങ്ങളുണ്ട് കേട്ടോ. അവരത് വലിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് വീണ് പോവാതിരിക്കാനായിട്ട്. ഇതൊരു അറബിയുടെ വീടാണ് കേട്ടോ. അവരെ വീട്ടിൽ കിടക്കുന്ന കാറുകൾ കണ്ടോ.
ദൂരം കാറുകൾ, ഒരു വീട്ടിൽ തന്നെ ഒരു 5-6 കാറുകളുണ്ട്. പിന്നെ ഇവിടുത്തെ മിക്ക അറബികളുടെ വീട്ടിലും ഇതുപോലെ 5-6 കാറുകൾ ഉണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കും. അതും നല്ല വില കൂടിയ കാറുകളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ എല്ലാ വീടുകളുടെയും ഷേപ്പ് ഇതുപോലെ ആയിരിക്കും, ജനലും അവർക്കുടെ ഒരു ഡിസൈനൊക്കെ. വെറൈറ്റി മോഡൽ വീടുകളൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഏരിയയിലുള്ള വീടുകളൊക്കെ മിക്കതും ഇതുപോലെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വീട് മാത്രമേ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. കാറൊക്കെ ഒരു പുറത്ത് തന്നെ ഇടാറ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മോസ്കാണ്. നമ്മൾ 4 സൈഡിലും മോസ്കുകൾ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഓരോരോ ഏരിയയിലും ഓരോരോ മോസ്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ചാനൽ. കൂടുതൽ വീഡിയോസായി ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, സീ യു, ബൈ.